ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് 3 പോയിൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഈ 3 പോയിൻറ്റുകൾ ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ 3 പോയിൻറ്റ്സുകളെ നമുക്കൊരു ലൈനിൽ വരയ്ക്കാൻ പറ്റരുത്. 4 പോയിൻറ്റ്സ് ആണെങ്കിൽ അവരെ നമുക്കൊരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് അതിന് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഇവിടെ നമുക്ക് 3 പോയിൻറ്റ്സുകളാണ് ഉള്ളത് അല്ലേ? 3 പോയിൻറ്റ്സുകളല്ല. ഈ 3 പോയിൻറ്റ്സുകൾ വരയ്ക്കുമ്പോൾ ഇതിലെ 3 നോക്കിയേ, Z ആക്സിസിൽ എന്ന് പറയുന്നത് 0 അപ്പോൾ നമുക്ക് എക്സും വൈയും മാത്രം നോക്കിയാൽ മതി. Z ആക്സിസിൽ 0 ആയതുകൊണ്ട് എന്തായാലും ഈ കാണുന്ന പ്ലെയിനിലെ ഇവർ വരുള്ളൂ. ഫസ്റ്റത്തെ പോയിൻറ്റ് 100 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. രണ്ടാമത്തെ പോയിൻറ്റ് 110 എന്ന് പറയുമ്പോൾ 2 1 വരുന്ന ഏകദേശം ഇവിടെ വരും. മൂന്നാമത്തെ പോയിൻറ്റ് ഏതാ? 210 210 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഈ 3 പോയിൻറ്റിനെ എനിക്കൊരു ലൈനിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ 3 പോയിൻറ്റിനെ എനിക്കൊരു ലൈനിൽ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണ്. ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ഡെഫിനിഷൻ എന്തായിരുന്നു? ഒരു സെറ്റിൽ K+1 പോയിൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അവർ K-1 ഡയമെൻഷനുള്ള ഒരു ഹൈപ്പർ പ്ലെയിനിൽ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല എങ്കിലാണ് അവരെന്താവുക? ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുക.